അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫ്രൈ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. മീൻമുട്ട വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഇതുപോലെ അല്പം വലിയ മീൻമുട്ടയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ 1/2 കിലോ മീൻമുട്ടയാണുള്ളത്. അപ്പോൾ ഇതിനെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ക്രഷ്ഡ് കുരുമുളകും പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം മല്ലിപ്പൊടിയും 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം പുളി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ പൊടികളൊക്കെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. മീൻമുട്ടയുടെ മുകളിലേക്കൊക്കെ ഇതിൻ്റെ മസാല നന്നായി ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇതുപോലെ വലിയ മീൻമുട്ടകൾ ഒന്ന് വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇത് എണ്ണയിൽ നിന്ന് പൊട്ടിത്തെറിക്കും. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനും പറ്റില്ല. മൊത്തത്തിൽ ഇതിങ്ങനെ പൊടിഞ്ഞ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ മസാലയൊക്കെ ഇട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിനെ സ്റ്റൗവിൽ വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ മീൻമുട്ട നന്നായി ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്ന് മസാല മാത്രമേ ഉള്ളൂ. ഇനി ഈ സമയം ഇതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ മസാല ഇത്രയും നമ്മൾ ബാക്കി വെക്കണം. എന്നാലേ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നന്നായി മസാല തേച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് അല്പം വെള്ളമുണ്ട്. അതൊക്കെ മുറിക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ വരും പുറത്തേക്ക്. അപ്പോൾ അത് ആ മസാലയിൽ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. ഇങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായി ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇത് മൂപ്പിച്ചെടുക്കണം. ഇനി അല്പം ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ഇതുപോലെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിങ്ങനെ ഒരു മസാലയാക്കി കഴിക്കുമ്പോഴാണ് ഈ മുട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് ഈ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി അല്പം കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച മീൻമുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. വേവിച്ചെടുത്തത് കൊണ്ടാണ് ഈ മീൻമുട്ട ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയത്. ഇനി ബാക്കിയുള്ള മസാല ഇതിൻ്റെ മുകളിലായി ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാ മീൻമുട്ടയിലും ഞാൻ ഇതുപോലെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായി ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം ഫ്ലെയിം നന്നായി കുറച്ച് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. ഇനി മറ്റേ സൈഡും കൂടി തിരിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ മീൻമുട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻമുട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
അപ്പോൾ ഇനി ഇതുപോലെ മീൻമുട്ടയൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. മീൻമുട്ട ഇപ്പോൾ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനേക്കാളും നന്നായി മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.